നമസ്കാരം. ആയുർദളത്തിലേക്ക് സ്വാഗതം. പണ്ട് മുതലേ വളരെ സാധാരണയായി സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് രക്തചന്ദനം. രക്തചന്ദനം എങ്ങനെ ഉപയോഗിക്കണം, ഏതെല്ലാം സ്കിൻ ടൈപ്പുകാർ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, രക്തചന്ദനത്തിന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചില ഔഷധ ഗുണങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുരാതന കാലം മുതൽ തന്നെ ആയുർവേദത്തിൽ രക്തചന്ദനം ഉപയോഗിച്ചിരുന്നു. പുറമേ പുരട്ടുവാനും ഉള്ളിലേക്ക് കഴിക്കുവാനും ഇത് യൂസ് ചെയ്തിരുന്നു. പ്രധാനമായും 2 തരത്തിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത്, പൊടി രൂപത്തിലും ഓയിലായും. പാടുകളും മറ്റും പെട്ടെന്ന് മാറുന്നതിനാൽ മുഖത്താണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. രക്തചന്ദനം ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും സ്കിന്നിൻ്റെ വളരെ ഉള്ളിലേക്ക് ചെന്ന് ടോക്സിനെ റിമൂവ് ചെയ്യുവാനുമുള്ള കഴിവ് ഉള്ളതുകൊണ്ട് മുഖക്കുരുവിനും മറ്റുമാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ചില ബ്യൂട്ടി പ്രോഡക്റ്റ് ക്രീമുകളിലും സോപ്പുകളിലും പ്രധാന ഇൻഗ്രീഡിയൻ്റായി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. രക്തചന്ദനത്തിൻ്റെ കാതലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. നല്ല കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ള രക്തചന്ദനം കരിവാളിപ്പും പാടുകളും മാറുവാനായി ഫലപ്രദമായി ഉപയോഗിക്കാം. ഡ്രൈനെസ് മാറുവാനായി എണ്ണയിൽ മിക്സ് ചെയ്ത് പുരട്ടാം. രക്തചന്ദനം സ്കിൻ സെല്ലുകൾക്ക് നല്ല നറിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഓയിലി സ്കിന്നിൽ രക്തചന്ദനവും ലെമൺ ജ്യൂസും ചേർത്ത് ഒരു മാസ്ക് പോലെ ഇടാം. ഇത് ഉണങ്ങിയ ശേഷം ചെറിയ ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കളയുകയും ചെയ്യണം. ഇങ്ങനെ തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ട് മുഖത്തെ ഓയിൽ സെക്രീഷൻ കുറയുന്നു. കറുത്ത പാടുകൾ മാറുവാനായി രക്തചന്ദനം പാലും ചേർത്ത് പുരട്ടാം. കരിവാളിപ്പ് മാറ്റുവാനായി രക്തചന്ദനം തൈരിലോ കുക്കുംബർ ജ്യൂസിലോ ചേർത്ത് പുരട്ടാവുന്നതാണ്. മുഖക്കുരുവിന് രക്തചന്ദനം റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഇടാം. മഞ്ഞൾ അലർജി ഇല്ല എങ്കിൽ കസ്തൂരി മഞ്ഞളോ നിമ്പാതി ചൂർണമോ ചേർത്ത് പുരട്ടുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. രക്തചന്ദനം പഴുത്ത പപ്പായയുമായി ചേർത്ത് പുരട്ടുന്നത് ഡെഡ് സെൽസിനെ പുറന്തള്ളാൻ സഹായിക്കും. രക്തചന്ദനം തൈരും പാലും മഞ്ഞളും ചേർത്ത് ശരീരമാസകലം പുരട്ടുന്നത് ശരീരത്തെ യുവത്വത്തോടെ കാത്തുസൂക്ഷിക്കാൻ സഹായിക്കും. രക്തചന്ദനത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ മിക്കവർക്കും അറിയില്ല. ഇത് ഷുഗർ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ദഹനക്കേടിന് ഉപയോഗിക്കാം. വയറിളക്കം, മനം പിരട്ടൽ, അമിത രക്തസമ്മർദ്ദം, വേദനയോട് കൂടിയ പനി, ചർമ്മരോഗങ്ങൾ, ശരീരം ശുദ്ധമാക്കുന്നതിനും തലവേദനയ്ക്കും അമിത ശരീര ദുർഗന്ധം അകറ്റുവാനും സഹായിക്കും. റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി രക്തചന്ദനം കൊണ്ട് ബോഡി മസാജ് ചെയ്യാം. അല്പം രക്തചന്ദനത്തിൻ്റെ പൊടിയോ രക്തചന്ദന ഓയിലോ പേസ്റ്റായി നിങ്ങളുടെ ശരീരത്തിൽ തേക്കുന്ന എണ്ണയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചേർത്ത് മസാജ് ചെയ്യാം. കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ടെൻഷൻ മാറി റിഫ്രഷ് ആയതുപോലെ തോന്നും. ചൂടുകുരു മാറുവാൻ വേണ്ടിയും രക്തചന്ദനം പേസ്റ്റായി തേക്കാം. രക്തചന്ദനം വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുന്നത് ശരീരത്തിലെ നീർക്കെട്ട് കളയാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ച് അറിയുവാനും ആയുർവേദ ഹെൽത്ത് ടിപ്സിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.